അംബികാസുധൻ മാങ്ങാടിന്റെ എഴുത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ വേളയിൽ മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ കുട്ടികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ആദരം എന്ന പേരിലായിരുന്നു പരിപാടി നടന്നത്. അംബികാസുധൻ മാങ്ങാടിന്റെ എഴുത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ വേളയിൽ മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ കുട്ടികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ജീവിതത്തിൽ എഴുതരുതെന്ന് ആഗ്രഹിച്ച നോവലാണ് എൻമകജെ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സമരപ്പന്തലിലെത്തി അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അവർക്ക് കലവറയില്ലാതെ സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ആത്മവിശ്വാസം എഴുതാനുള്ള വലിയ പ്രേരണയായി. എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. ഒന്ന് റോഡിലേക്ക് നോക്കിയാൽ 10 വാഹനങ്ങളിൽ ഒന്ന് ഈ മണ്ണ് മാന്തിയായിരിക്കും. അപ്പോൾ പിന്നീട് സംഭവിച്ചൊരു പുസ്തകമാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ. നീരാളിയൻ എന്ന കഥ എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നത് എൻ്റെ കഥകളിൽ ഏറ്റവും മികച്ചത് നീരാളിയനാണ് എന്ന് പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മലയാളത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ആദ്യമുണ്ടായ കഥയാണ് നീരാളിയൻ എന്ന് ഒരു പ്രശസ്ത നിരൂപകൻ പറഞ്ഞിട്ടുണ്ട്. ആ നീരാളിയൻ എന്ന കഥ എനിക്ക് എഴുതാൻ പറ്റിയത് 2014 തന്നെ അത് ഇംഗ്ലീഷിലേക്ക് വന്ന് ചർച്ച ചെയ്യപ്പെട്ട കഥയാണ്. അത് എനിക്ക് എഴുതാൻ പറ്റിയത് മരക്കാപ്പിലെ ഒരു നിത്യ സന്ദർശകനായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന നെയ്തൽ എന്ന കടലാമ സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ മിക്കവാറും പേരും എൻ്റെ സ്റ്റുഡൻസാണ്. അവരുടെ ക്ഷണപ്രകാരം പലപ്പോഴും കടലാമ മുട്ടകൾ വിരിയുന്ന സമയത്ത് ബക്കറ്റിൽ നിറച്ച ഈ കടലാമ കുഞ്ഞുങ്ങളെ കൈകളിൽ കോരിയെടുത്തിട്ട് കടൽ തീരത്ത് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ എല്ലാം കടലിലേക്ക് പോകും. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ 14 സാഹിത്യകാരന്മാരെ കുറിച്ച് കുട്ടികൾ തയ്യാറാക്കിയ വീഡിയോകളുടെ പ്രകാശനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അനിൽ പള്ളിക്കണ്ടം അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ K രവീന്ദ്രൻ അംബികാസുധൻ മാങ്ങാടിനെ പൊന്നാടയണിച്ച് ആദരിച്ചു. SMC ചെയർമാൻ പ്രദീപ് മരക്കാപ്പ്, വികസന സമിതി ചെയർമാൻ PN മുഹമ്മദ് കുഞ്ഞി, മദർ PTA പ്രസിഡന്റ് P വിനീത, PTA വൈസ് പ്രസിഡന്റ് TV പ്രശാന്ത്, സീനിയർ അസിസ്റ്റന്റ് K സതീശൻ, P വേണുഗോപാലൻ, നിക്കീഷ് മാടായി, P തങ്കമണി, PP സുരേഷ്, P രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.